ഹിസ്റ്ററി ചാപ്റ്ററുമായ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിക്ചറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ തെക്കൻ പ്രദേശത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ അക്ഷരമാക്കാൻ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. പാർട്ടി എന്ന് പറയുന്നത് അതിനൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമാണ് സമൂഹം പ്രശ്നം. സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നേരിടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സാമൂഹിക പ്രശ്നങ്ങളും പരിഹാരവും എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളൊരു സമൂഹത്തിലെ ഒരു പൗരനായതുകൊണ്ട് നമ്മളെയും ബാധിക്കും, അല്ലേ? അത് ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ സാമൂഹിക പ്രശ്നമാണ്, അല്ലേ? വ്യക്തികളുടെ പ്രശ്നമോ പൊതുവായ പ്രശ്നമോ സമൂഹത്തെ ബാധിക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അത് സാമൂഹിക പ്രശ്നമായി മാറുന്നു. ചിലപ്പോൾ ചില വ്യക്തികളുടെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അതായത് പൊതുവായിട്ടുള്ള പ്രശ്നം. ഇതെല്ലാം അത് എന്ത് ചെയ്യും? നിലനിൽക്കുമ്പോൾ, അതായത് സമൂഹത്തെ ബാധിക്കുമ്പോൾ അതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നു, അല്ലേ? അപ്പോൾ സാമൂഹിക പ്രശ്നത്തെ എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത് ഇവിടെ 2 കോട്സ് കൊടുത്തിട്ടുണ്ട്. അതായത് റോബർട്ട് മെർട്ടൺ ആൻഡ് റോബർട്ട് നിസ്ബറ്റ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കോട്സ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഇത് ചോദിക്കാം. അതായത് സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാൻ ആവാത്തത് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് മെർട്ടൺ ആൻഡ് റോബർട്ട് നിസ്ബറ്റ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത് വായിച്ചു വെക്കുക. അടുത്തത് ലെൻബർഗ് പറഞ്ഞതാണ്. അതായത് സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ലെൻബർഗ് ആണ്. അപ്പോ ഈ 2 സ്റ്റേറ്റ്മെന്റും വായിച്ചു വെക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ ചാപ്റ്റർ അത്ര ഒരുപാടൊന്നുമില്ല ഇതിൽ പഠിക്കാൻ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സമൂഹത്തെ, അതായത് സാമൂഹിക പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതായത് എന്താണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തേത് ദാരിദ്ര്യം, രണ്ടാമത്തേത് എന്താണ്? തൊഴിലില്ലായ്മ, മൂന്നാമത്തേത് പാർപ്പിട പ്രശ്നം, നാലാമത്തേത് വൃദ്ധജനങ്ങളുടെ അനാഥത്വം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പിന്നെ ഏതാണ്? ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കൗമാര കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒരു പൗരനായതുകൊണ്ട് നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്, അല്ലെ? ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാരിദ്ര്യം അഥവാ പോവർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മുടെ ജീവിതത്തിൽ, അതായത് നമുക്കിപ്പോ അറിയാം, ഒരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? ഒഴുകിപ്പോയി നഷ്ടപ്പെടും, ഇല്ലേ? അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവും? അവിടെ ജീവിക്കാൻ ഒരു മാർഗം കാണത്തില്ല, ആഹാരത്തിനുള്ള വക കണ്ടെത്താനുള്ള മാർഗം കാണത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പോ ലോക ബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം 702 ദശലക്ഷം മനുഷ്യർ ലോകത്ത് ദരിദ്രരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ദാരിദ്ര്യം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഒരു സാമൂഹിക പ്രശ്നമാണ്, അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ 5-ൽ 1 ജീവിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്നാണ് കണക്കെടുപ്പിൽ തെളിഞ്ഞിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 22% ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. നമുക്കറിയാം പല രീതിയിലും ദാരിദ്ര്യം ഉണ്ടാവാറുണ്ട്. വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ വെള്ളമില്ലാത്ത പ്രശ്നം കാരണം ഒരു രാജ്യത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ യുദ്ധം കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർ കാണും, എല്ലാം ഉണ്ടാഞ്ഞിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവർ കാണും. അപ്പോൾ അതെല്ലാം എന്തോന്നിൽ ഉൾപ്പെടും? നമ്മുടെ ദാരിദ്ര്യത്തിൽ ഉൾപ്പെടും.
അടുത്തത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അതായത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരുപാട് പേര് പഠിച്ചിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളും അല്ലേ? നല്ലപോലെ എഡ്യൂക്കേഷൻ കാണും, പക്ഷെ ജോലി ഒന്നും കാണത്തില്ല. അപ്പോൾ അതാണ് തൊഴിലില്ലായ്മ. അതായത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? വേതനമുള്ളൂ അല്ലേ? അപ്പോൾ ജനങ്ങളിൽ ഒരു വിഭാഗം ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ കണ്ടെത്തുമ്പോൾ ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ അതിന് കഴിയാത്തവരാണ്. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മയുടെ പ്രത്യാഘാതങ്ങൾ എന്താണ്? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നുണ്ട് അല്ലേ? കേരളത്തിലുള്ളവർ ഇവിടെ പോകും, വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തൊഴിലില്ലായ്മയുടെ പ്രശ്നമാണ് അല്ലേ? പഠിത്തം മാത്രമല്ല, ചിലര് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസിക തയ്യാറെടുപ്പ് കാണും. ചിലർക്കാണെങ്കിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാ ജോലിക്കും പോകാനുള്ള താല്പര്യം കാണത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ജോലി ഇല്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയും ദാരിദ്ര്യമൊക്കെ ആവുകയും ചെയ്യും അല്ലേ? അപ്പൊ അടുത്തതെന്ന് പറഞ്ഞ പാർപ്പിട പ്രശ്നം. അതായത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടാണ് പാർപ്പിടം അല്ലേ? പാർപ്പിടം എന്താണ്? പാർപ്പിടമില്ലായ്മ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നമാണ്. ഒരു വ്യക്തിക്കും കുടുംബത്തിന് ആരോഗ്യകരമായ രീതിയിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു വീടുണ്ടാവുക എന്നത് ഒരു പൗരന്റെ അവകാശത്തിൽപ്പെടുന്നു അല്ലേ? നല്ല സംരക്ഷണവും സുരക്ഷിതത്വവും ഉള്ള ഒരു വീട് നമുക്ക് എപ്പോഴും എന്താണ്? ഒരു കംഫർട്ടബിൾ ആണ് അല്ലേ? നമുക്കൊരു വീടുള്ളത് എപ്പോഴും നമ്മൾ എന്താണ്? നമ്മളൊരു സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തുന്നത് അല്ലേ? അനുയോജ്യമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പേർക്കൊക്കെ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ? ഭവനം ഇല്ലാത്തവർക്ക് ഭവന വായ്പാ പദ്ധതിയുണ്ട്, ഭവന നിർമ്മാണമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത്. അടുത്തത് വൃദ്ധജനങ്ങളുടെ അനാഥത്വം. അതറിയാം, ലോക വൃദ്ധ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ്? ഒക്ടോബർ 1. ഇത് ഓർത്ത് വെക്കുക, ലോക വൃദ്ധ ദിനം എന്നാണ് ഒക്ടോബർ 1. അടുത്തത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ നോക്കുകയാണെങ്കിൽ അനാഥരായ വൃദ്ധജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. മക്കളെയൊക്കെ കുഞ്ഞുനാളിൽ നല്ലപോലെ അധ്വാനിച്ച് പഠിപ്പിച്ചതിന് ശേഷം മക്കൾ വലുതായി, മാരേജ് ഒക്കെ കഴിഞ്ഞ് കുടുംബമായി അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടി അച്ഛനും അമ്മയും നോക്കാത്ത ഒരു അവസ്ഥ, അവര് വൃദ്ധസ്ഥാനങ്ങളിൽ തള്ളുന്ന ഒരവസ്ഥ അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും കാരണമാണ് വൃദ്ധജനങ്ങൾക്ക് മുമ്പ് ലഭിക്കുന്ന പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ വരുന്നത്. ചില ആളിലൊക്കെ ചില മക്കളൊക്കെ എന്ത് ചെയ്യും? വിദേശങ്ങളിലൊക്കെ പോവും. പിന്നെ വിദേശത്ത് തന്നെ അവരെന്ത് ചെയ്യും? താമസമാക്കും. പിന്നെ അവര് നാട്ടിൻ പുറങ്ങളിൽ വരാൻ മടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? ഒറ്റപ്പെടും. പിന്നെ ചിലരെന്ത് ചെയ്യും? വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അമ്മയും അച്ഛനെയും വൃദ്ധസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് പതിവ് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരുടെ അനാഥത്വത്തിന് ഇത് കാരണമാകുന്നു. അതായത് സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വ ബോധം, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വൃദ്ധർ എന്ന് നമുക്കറിയാം. അതുപോലെ ഇവർ പല വിധത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ആന്തരിക സംഘർഷങ്ങളൊക്കെ അനുഭവപ്പെടും. അതുപോലെ അവരുടെ അനാഥത്വ സമീപകാലത്ത് ഒരു പ്രശ്നമായി വളരുകയാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ഇങ്ങനെ വൃദ്ധസദനത്തിൽ ചെന്നപ്പോൾ അതായത് ഫാദറിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദറിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വേറെ എവിടെ ആയിരുന്നു എന്നായിരിക്കണം ആ കുട്ടിയോട് ഫാദർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഈ കുട്ടി അവിടെ ചെന്നപ്പോൾ ഇതിന്റെ അച്ഛന്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു? വൃദ്ധസദനത്തിൽ കണ്ടപ്പോൾ കുട്ടി വളരെയധികം എന്താണ്? വളരെയധികം വിഷമിച്ചു എന്നാണ് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടത്. അപ്പൊ ഇത് തന്നെയാണ് ഒരു കോമൺ പ്രശ്നം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതുപോലെയാണ് ചെയ്യുന്നത്. 100ൽ കുറച്ച് ആളുകൾ കാണും അമ്മയും അച്ഛനെയും നല്ലപോലെ നോക്കുന്ന അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നല്ലപോലെ നോക്കിയാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ ഒരു കാലവും അതുപോലെ നോക്കുകയുള്ളൂ അല്ലേ? അല്ലാതെ കുട്ടികൾ അതാണ് കണ്ടു വളരുന്നത്. അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മളെ അതുപോലെ തന്നെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ നോക്കിയാൽ നമ്മുടെ നാളെയും നല്ലതായിട്ടിരിക്കും അല്ലേ?
അപ്പൊ അടുത്ത് എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് നോക്കാം. അതായത് സ്ത്രീകൾക്കെതിരെ നമുക്കറിയാം ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, സാമൂഹിക പ്രശ്നങ്ങൾ. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കലുണ്ട്, ജോലിക്ക് വ്യത്യസ്ത കൂലി കൊടുക്കുന്നുണ്ട്, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി, പിന്നെ കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കലുണ്ട്, അതുപോലെ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തൽ, ഇതെല്ലാം സ്ത്രീയാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഒരു വിവേചനം ഉണ്ടാവും. അതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അതായത് ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമയമാണ്, വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് സ്കൂളുകളിൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾ, അതായത് മദ്യം, പുകയില, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ആദ്യമൊക്കെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നിയന്ത്രിച്ചു ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇതിപ്പോ എങ്ങനെയാണ്, സ്കൂളുകളിൽ തന്നെ ഇത് ഒരു മിഠായിയുടെയൊക്കെ രൂപത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ സ്കൂളുകളിൽ വരെ എത്തിച്ചേരുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, കുട്ടികൾ ആദ്യം ഇത് ഒരു മിഠായി രൂപത്തിൽ കഴിച്ചു തുടങ്ങി, പിന്നെ അത് കിട്ടാതെ ഇരിക്കുമ്പോൾ അവരെ അതില് അടിമകളാവുന്നു അല്ലെ, അടിമകളായി തീരുകയും ചെയ്യുന്നു. വ്യക്തികളിൽ ഇത് എന്താണ് ഉണ്ടാക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സാമൂഹികമായി ഒറ്റപ്പെടുന്നു. ഇതെല്ലാം ലഹരിയുടെ ഉപയോഗം കൊണ്ട് കാരണമായി തീരുന്നു അല്ലെ. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ അഭിനിവേശം എന്ന് പറയുന്നതും ഒരു രോഗമാണ്. അതായത് പുകവലി, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം യൂസ് ചെയ്യുന്നവരിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നാണ്. അതായത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇല്ലേ, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. അവർക്ക് തന്നെ അറിയില്ല, അവർ ബോധമില്ലാതെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന്. അപ്പൊ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ ചിലർ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ അവൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു, അപ്പോൾ ആത്മഹത്യ, അപകട മരണം, അതുപോലെ തന്നെ എന്താണ്, മദ്യം ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു ശ്രദ്ധക്കുറവാണ് ഇതെല്ലാം ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പോൾ ആത്മഹത്യ, അപകട മരണം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു. പിന്നെ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നു, സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഇതിനൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങൾ വരും വീട്ടില്, എന്നിവയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ലഹരിയുടെ ഉപയോഗം വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുന്നു എന്ന് ഇത് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇതൊരു സാമൂഹിക പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഈ ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സീ യു ടുമോറോ. ഓക്കെ, താങ്ക് യു.